ഇടുക്കി ഉപ്പുതറയിലെ നാലംഗ കുടുംബത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. സ്ഥാപനത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് കൃഷ്ണൻ പറഞ്ഞു. ഉപ്പുതറ 9 ഏക്കർ MC കവലയിൽ നാലംഗ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണമുയർന്ന കട്ടപ്പനയിലെ കല്ലട ഫിനാൻസിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ എത്തിയത്. സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ നിരന്തര ഭീഷണിയെ തുടർന്നാണ് നാലംഗ കുടുംബം ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. വാഗ്ദാനങ്ങൾ നൽകി വായ്പയെടുപ്പിച്ച ശേഷം കഴുത്തറപ്പൻ പലിശയാണ് ഇവർ ഈടാക്കുന്നത്. തിരിച്ചടവ് കുടിശ്ശിക വരുന്നതുവരെ ഫോണിൽ വിളിച്ചും വീട്ടിലെത്തിയും ഭീഷണിപ്പെടുത്തുന്നു. കുടിശ്ശിക പിരിച്ചെടുക്കാൻ പ്രത്യേക സംഘങ്ങളെയാണ് സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരക്കാരുടെ തുടർച്ചയായുള്ള ഭീഷണി പലരെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. 9 ഏക്കറിലെ കുടുംബത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രമേശ് കൃഷ്ണൻ പറഞ്ഞു. ഈ നാട്ടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും അതോടൊപ്പം തന്നെ ചൂഷണവും അവസാനിപ്പിക്കേണ്ടത് ഈ നാടിന്റെ പൊതു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ സാമ്പത്തിക പ്രയാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് വായ്പ നൽകുകയും വായ്പ നൽകുന്ന ഘട്ടത്തിൽ വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് വായ്പകൾ നൽകുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അവരുടെ കൊള്ളപ്പലിശയ്ക്കനുസരിച്ച് പണമടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന സമീപനം ഈ നാട്ടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ വനിതകളെയും വനിതാ സംഘങ്ങളെയും മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ സിബിൽ സ്കോർ ആയുധമാക്കി യുവാക്കളെയും കടക്കണിയിലാക്കി ചൂഷണം ചെയ്യുകയാണ്. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടലുണ്ടാകണമെന്ന് സമരത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് S. സുധീഷ് അധ്യക്ഷനായി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.